ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഒന്ന് നമ്മൾ ചിക്കൻ ലോലിപോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എപ്പോഴും പറയും ചിക്കൻ ലോലിപോപ്പ് വേണം. അപ്പോൾ എപ്പോഴും അച്ചച്ചൻ ചിക്കൻ വാങ്ങി വരുമ്പോൾ ഇവർക്ക് കാല് അങ്ങനെ തന്നെ വാങ്ങി വരിക ചെയ്യാം. അപ്പോൾ 2 കാലുണ്ടായിരുന്നു, ഒരു കാല് നമ്മളവന് പൊരിച്ചു കൊടുത്ത്, അപ്പോൾ ഒരു കാലാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അവനൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഇതിൻ്റെ ലോലിപോപ്പിൻ്റെ ആകൃതിയിലൊന്ന് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനാദ്യം ചിക്കൻ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് താഴെ ഇങ്ങനെ മുറിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഫുൾ ഭാഗം ഇങ്ങനെ മുറിച്ച് മുകളിലേക്ക് ആക്കിയാൽ അതങ്ങനെ മുകളിൽ അവിടെ നിന്നോളും. എന്നിട്ട് നമുക്ക് ഏകദേശം കാലിൽ നിന്നൊക്കെ ഇറച്ചിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു ബോളിൻ്റെ ആകൃതി ആയില്ലേ. ഇനി നമുക്കിതിനെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ച് ഇതാക്കി കൊടുത്താൽ ഏകദേശം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക്. വേറെ ഒന്നും നമ്മൾ ചേർക്കൂലല്ലോ. പുറത്തുനിന്നൊക്കെ ആകുമ്പോൾ പലതും അവർ പിന്നെയും ചേർക്കും ഇതിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സ്വല്പം മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ. കുറച്ച് സമയം വെക്കണേ. അതിൽ പിടിക്കുന്ന ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇതൊക്കെ നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കൊരു ബാറ്ററും കൂടി തയ്യാറാക്കണം. അതെന്താ ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം, സ്വല്പം മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ആ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ ഇതാക്കി വെച്ചതിലേക്ക് നമുക്ക് ഈ ബാറ്റർ മുക്കി പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിക്കണേ. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓരോ ഭാഗം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് തോനെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒന്നായിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. പക്ഷേ അത് വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ആർക്കായാലും എണ്ണ ഓയിലൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണല്ലോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് അവനൊന്ന് കഴിക്കാൻ കൊടുത്ത് നോക്കാം. എന്താ അവൻ്റെ അഭിപ്രായം എന്നറിയാമല്ലോ. കൊണ്ടുപോയി നോക്കട്ടെ കേട്ടോ. അത് അവന് കൊടുത്തിട്ടുണ്ട്. അവനത് കഴിച്ച് നോക്കി.
സൂപ്പറാണെന്നാണ് പറയുന്നത്. അനിയനും ഒരു കഷ്ണം കടിച്ച് അവനും സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.